നോട്ടീസ് ഒന്നും വേണ്ടായിരുന്നു. നാട്ടിലെ 5-6 സഹോദരിമാരോട് പറഞ്ഞാൽ മതി. എന്നിട്ട് രഹസ്യമായിരിക്കണം എന്നും കൂടെ പറയണം. താലൂക്ക് മുഴുവൻ നേരം വിളിക്കുന്നതിനും അറിഞ്ഞിരിക്കും, അല്ലേ? അതവരെ കുഴപ്പമല്ല, മനസ്സിന് ചില ദൗർബല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ധാർമ്മികത അത് സ്ത്രീക്കാണ് കൂടുതൽ, പുരുഷനേക്കാൾ കൂടുതൽ. ധാർമ്മികമാണ് ശക്തിയുടെ അളവുപോലെങ്കിൽ സ്ത്രീയാണ് ശക്തിയായിട്ടുള്ളത്, അതിനൊരു സംശയവുമില്ല. അപ്പോ അവരൊരുപാട് ആശങ്കപ്പെട്ടപ്പോഴാണ് നമുക്കറിയാം, ഗംഗാദത്തൻ പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട എന്ന് മാത്രമല്ല, ഞാൻ ഒരിക്കലും കല്യാണവും കഴിക്കില്ല. എന്തിനാ? അച്ഛന്റെ സമാധാനത്തിന്. മാതാപിതാക്കളെ ആദരിക്കണമെന്നും അവരുടെ മനസ്സമാധാനത്തിനാണ് എത്തിക്കണമെന്നും പഠിപ്പിച്ചുകൊണ്ടാണ് മഹാഭാരതം എന്ന മഹാസംസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പേര് കൊടുത്ത ഗ്രന്ഥം ആരംഭിച്ചത്. പെണ്ണിന്റെ കാര്യം എന്നല്ല ചിന്തിക്കേണ്ടത്, അച്ഛന് മനസ്സമാധാനം ഉണ്ടാക്കുക. അച്ഛന് മനസ്സമാധാനം ഉണ്ടാക്കുന്നവനാണ് പുത്രൻ. പുത് എന്ന നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്ന പുത്രൻ. ആ പുത്രൻ എന്ന് പറയുന്നത് ഭൂമിയിലെ നരകമാണ് മാനസികമായ പ്രയാസങ്ങൾ. ഇത് പഠിപ്പിച്ച ഭാരതത്തിലാണ് ഒരുപാട് പിതാക്കന്മാര് ഗാന്ധി ഭവനിലും സ്നേഹതീരത്തിലും ഒക്കെ പോയി കിടക്കുന്നത്, അല്ലേ? ഇതാണ് സംസ്കാരം. അച്ഛനെ ആദരിക്കുക, അച്ഛന് പ്രയാസം ഉണ്ടാക്കാതിരിക്കുക. അപ്പോഴാണ് ഗംഗാദത്തൻ ഭീഷ്മാചാര്യരായി മാറിയതെന്നും നമുക്കറിയാം. പക്ഷേ ആ പേര് ദുരുപയോഗം ചെയ്തു. നമ്മുടെ കേരളത്തിൽ ഒരു വലിയ നേതാവ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന് ഭീഷ്മാചാര്യ അവാർഡ് കൊടുത്തു. ഈ ഭീഷ്മാചാര്യ മഹാഭാരതത്തിനെ ആക്ഷേപിക്കാൻ ഇതിനേക്കാൾ വലിയൊരു കർമ്മം ഇനി ചെയ്യാനില്ല. ഭീഷ്മാചാര്യ അവാർഡ് കൊടുത്തു. എന്തിനാ അവാർഡ് കൊടുത്തത്? എനിക്കും അധികാരം വേണം, എന്റെ മോനും വേണം, എന്റെ മോക്കും വേണം, അല്ലെ ആരെയും ഭരിപ്പിക്കില്ല എന്ന് പറഞ്ഞ കക്ഷിക്കാണ് ഭീഷ്മാചാര്യ അവാർഡ് കൊടുത്തത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. ഗംഗാദത്തൻ പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട, ഞാനൊട്ട് വിവാഹവും കഴിക്കുന്നില്ല. അതാണ് ഭീഷ്മാചാര്യൻ. പിതാവിനെ ആദരിക്കാൻ പഠിപ്പിച്ചു. ഇനി നോക്ക്, ഹിന്ദുവിന് 5 മഹാപാപങ്ങൾ പഠിപ്പിച്ചു. ഇതെല്ലാം ഉത്ഭൂതമായത് ആ ഹിമാലയത്തിൽ നിന്നാണ്. ഇന്ദ്രിയ ദുരകാൻ നിഭൃതമടക്കി പെരിയ സമാധി ഉറച്ച തപസ്ഥിതി ചേർത്ത കേവലമദ്വയം ആനന്ദമയം ബ്രഹ്മസനാതനം ആത്മിനി ഇവന്മേൽ ആമ്രേടിച്ച് സുഖിച്ചു വസിച്ച ആ സുഖമെന്ന് പറയുന്നത് ഭൗതിക സുഖമല്ല, ആത്മീയ സുഖത്തിൽ ആമ്രേടിച്ചു വസിച്ച ആ മുനിമാർ പഠിപ്പിച്ച തത്വമാണ് ഹിന്ദുവിന് 5 മഹാപാപങ്ങൾ. അതിലൊന്നാമത്തെ പാപം ബ്രഹ്മഹത്യ. ബ്രഹ്മഹത്യ, സുരാപാനം, സ്ഥേയം, ഗുർവാങ്കനാംഗമ തത്സംഗശ്ച പഞ്ചയതേ മഹാപാപാൻ പരിത്യജേ. 5 മഹാപാപങ്ങൾ ഹിന്ദുവിന്. അതിലൊന്നാമത്തേത് ബ്രഹ്മഹത്യ, രണ്ടാമത്തേത് സുരാപാനം. പാമ്പാകുന്നത് മഹാപാപമാണെന്ന് പഠിപ്പിച്ചേക്കുന്നത്. അറിഞ്ഞാണ് മലയാളികൾ പാമ്പെന്ന് വിളിക്കുന്നത്. മലയാളിയുടെ കല ഭയങ്കരമാണ്. ഒയ്യോ, ഇരട്ടപ്പേര് കൊടുക്കാൻ മലയാളിയെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതല്ലേ തിരുനെല്ലൂർ കർണാടൻ സാറ് പാടിപ്പോയത്? റാണിയെന്നോ മനപ്പേരിവൾ കേകിയ ഭാവനയാരുടേതാകാം, നാഗകഥകളി മണ്ണിലെഴുതിയ നാടൻ കലയുടേതാകാം, നാഗകഥകളി മണ്ണിലെഴുതിയ നാടൻ കലയുടേതാകാം. നാഗകഥ, പാമ്പിന്റെ കഥ ഇവിടെ എഴുതിയ നാടൻ കലയാണ് ഇവൾക്ക് റാണി എന്ന് പേര് കൊടുത്തത്. അന്നേ തിരുനെല്ലൂർ സാറിന്റെ തൂലികയിൽ എങ്ങനെയും അറിയാതെ വന്നുപോയത്. ഈ പാമ്പെന്ന് വിളിക്കുന്നത് വളരെ കൃത്യമാണ്. എന്തെന്നറിയാമോ? പാമ്പ് ഇഴയുമ്പോൾ ഇങ്ങനെ പൊളഞ്ഞു പോകുന്നത്, നേരെയല്ല. പൊളഞ്ഞു ഇളയും, പക്ഷെ അവൻ നേരെ പോകും. അതാണ് പാമ്പിന്റെ സ്വഭാവം. കള്ളുടിയിൽ എങ്ങനെയാണ്? പൊളഞ്ഞ് നടക്കും, അവന് നേരെ പോകും. അതാണ്. മാത്രമല്ല, കരളില്ലാത്ത ജീവിയാണ് പാമ്പ്. കള്ളുടിയിൽ കരളുണ്ടോ? ചുമ്മാ അതാണ് ഇവനെ പാമ്പെന്ന് വിളിക്കുന്നത്. കള്ളുടിയിൽ കരളില്ല. അതുകൊണ്ടാണ് മലയാളി അറിഞ്ഞാണ് പേര് കൊടുത്തത്. അവരെ പല കാര്യത്തിലും സമ്മതിക്കേണ്ടതാണ്. അതുകൊണ്ട് സുരാപാനം, മദ്യപാനം മഹാപാപത്തിലാണ് പുരാണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ? ഒരു ദേവാദിദേവന്മാരും മദ്യം ഉപയോഗിച്ചിട്ടില്ല. സുര എന്ന് പറയുന്ന, സുരാപാനം എന്ന് പറയുന്ന ആ സുര വേറെയാണ്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 3 അക്ഷരമല്ല. ആ സുരയ്ക്ക് ദേവന്മാർ ഉപയോഗിക്കുന്ന സുര എന്ന് പറയുന്ന സാധനത്തിൽ വേറെ കുറെ വിശിഷ്ട ശക്തികളുണ്ട്. അത് വേറെ, അതിരിക്കട്ടെ. അതിപ്പോ നമ്മളൊക്കെ അതിനെ കുറിച്ച് വർണ്ണിക്കാൻ പോണ്ട. അപ്പോ മദ്യപാനം മഹാപാപത്തിൽ 2. 3 സ്ഥേയം. ഈ 5 പാപങ്ങൾ വിട്ടൊഴിഞ്ഞാൽ പൂർണ്ണ സംസ്കാരമായില്ലേ? അതിൽ 3-ാമത്തെയാണ് സ്ഥേയം എന്ന് പറയാ, കള്ളം പറയുക, കള്ളം ചെയ്യുക. 4-ാമത്തേത് ഗുർവാങ്കനാംഗമ. കണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ, ഭാരതത്തിലും കേരളത്തിലും നടക്കുന്ന മഹാപാപങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. 4-ാമത് പറഞ്ഞ സംഭവമാണ് ഗുർവാങ്കനാംഗമ, പരസ്ത്രീ പീഡനം. സ്ത്രീപീഡനം മഹാപാപത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യത്തെ, അല്ലെങ്കിൽ പുരാണത്തിൽ ആദ്യത്തെ പീഡനക്കേസിലെ പ്രതി ബാലിയാണ്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ മറഞ്ഞെന്ന് അമ്പെയ്ത് കൊന്നുകളഞ്ഞത്. അപ്പോ ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രൻ, മഹാത്മാഗാന്ധി പറഞ്ഞു രാമരാജ്യം വരണമെന്ന്. രാമരാജ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എത്ര പഴയ മന്ത്രിമാരെയൊക്കെ കൊന്നുകളയേണ്ടി വരുന്നതിന്, അല്ലേ? പീഡനക്കേസിലെ പ്രതികളെല്ലാം കൊന്നുകളയാണെന്നാ പറയുന്നത്.
കൊന്നുകളയണമെന്നാണ് ശ്രീരാമചന്ദ്രൻ കാണിച്ചു തന്നത്. അങ്ങനെയാണ് ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് പീഡനക്കേസിൽ പ്രതിയായതുകൊണ്ടാണ്. അത് ചോദിക്കുന്നുണ്ട്, അമ്പേറ്റ് താഴെ വയ്ക്കും വീഴുന്ന സമയത്ത് ബാലി ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ കൊന്നത്? കുരങ്ങിന്റെ ഇറച്ചി കഴിക്കാൻ പറ്റൂല, നമ്മൾ തമ്മിൽ ശത്രുതയില്ല, പിന്നെ എന്തിനാ എന്നെ വീഴ്ത്തിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശ്ലോകം പാടിപ്പോയ അർത്ഥം പറഞ്ഞ് ഒത്തിരി നീണ്ടു പോകുന്നുള്ളൂ സാറേ. അപ്പൊ എനിക്ക് ഓൺലൈൻ നടക്കത്തില്ല, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ശ്ലോകം പാടാത്തതാണ്. ശ്ലോകം പാടി അതേ പിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടങ്ങ് പോകും. അപ്പൊ ബാലിയോട് തിരിച്ച് ശ്രീരാമചന്ദ്രൻ മറുപടി പറയുന്നുണ്ട്, നിന്നെ എന്തിനാണ് നിഗ്രഹിക്കുന്നത് ചോദിച്ചാൽ നീ പതിവ്രതയായ ഒരു സ്ത്രീയെ നീ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പരസ്ത്രീ പീഡനം എന്ന് പറയുന്നത് മഹാപാപത്തിൽ 4. 5ാമത്തെ കാര്യമാണ് ഇപ്പൊ ഗാങ് കൂടിയല്ലേ കൊലപാതകം നടത്തി. കൂട്ടം കൂടിയാണ്. പാവം ഒരു 19 വയസ്സുകാരനെ കോട്ടയെ തട്ടിക്കൊണ്ടുപോയത് ഗാങ്ങാണ്. ഒരു സംഘം ചേർന്നിട്ടാണ് അതെല്ലാം ചെയ്തത്. പീഡനക്കേസിൽ പോകുന്നത് സംഘം ചേർന്നിട്ടാണ്. ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നു തൽസംഘശ്ച. ഈ 4 പാപങ്ങൾ ചെയ്യാൻ കൂട്ടം കൂടി നടക്കുന്ന ഗാങ് കൂടുന്ന അതാണ് 5ാമത്തെ മഹാപാപം. ഈ 5 പാപങ്ങൾ അല്ലാതെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇന്ന് രാജ്യത്തിലുണ്ടോ? ഇത് 5ഉം ഒഴിവാക്കി കഴിഞ്ഞെങ്കിൽ എത്ര വലിയ സംസ്കാര സമ്പന്നമായ രാജ്യം നമ്മുടേതായിത്തീരും. അതിൽ ഒന്നാമത് പറഞ്ഞു തന്നത് ബ്രഹ്മഹത്യയാണ്. എന്താണ് ബ്രഹ്മഹത്യ? ആരാണ് ബ്രഹ്മം? അച്ഛന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇനി ബ്രഹ്മം എന്താണെന്ന് പഠിപ്പിക്കുന്നു. ഏതൊക്കെ ബ്രഹ്മങ്ങൾ, ഏതൊക്കെ ബ്രഹ്മങ്ങളെ അവഹേളിച്ചാൽ ബ്രഹ്മഹത്യ എന്ന മഹാപാപം വരുമെന്ന് പഠിപ്പിക്കുകയാണ്. മാതൃബ്രഹ്മ, അമ്മ ബ്രഹ്മമാണ്. അച്ഛന്റെ മനസ്സമാധാനത്തിന് മക്കൾ പരിശ്രമിക്കണമെന്ന് സംസ്കാരം മഹാഭാരതത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ചിരപുരാതനമായ ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നു മാതൃബ്രഹ്മ, അമ്മ ബ്രഹ്മമാണ്. അമ്മയ്ക്ക് വേദന ഉണ്ടാക്കിയാൽ ബ്രഹ്മഹത്യയാണ്. മാതാപിതാക്കളെ ആദരിക്കാനാണ് ആദ്യം പഠിപ്പിച്ചത്. പിന്നെ ആരാണ് അടുത്ത ബ്രഹ്മമാരാണ്? ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ. ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണനെ വേദനിപ്പിക്കുന്ന ബ്രഹ്മഹത്യയാണ്. തീർന്നില്ല, അന്നം ബ്രഹ്മ, ആഹാരം ബ്രഹ്മമാണ്. എന്തൊരു സംസ്കാരമാണ് ഇതൊക്കെ. ആഹാരം ബ്രഹ്മമാണ്. ആഹാരത്തെ അവഹേളിക്കരുത്, ആഹാരത്തെ പാഴാക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ചിന്തിക്കേണ്ട വിഷയമല്ലേ? കൊടും പട്ടിണി കിടന്ന് എത്രയോ 1000 മനുഷ്യർ ലോകങ്ങളിൽ മരിക്കുമ്പോൾ, എത്രയോ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, എത്രയോ കുട്ടികൾ ഭാരതത്തിൽ പട്ടിണി കിടന്ന് മരിക്കുമ്പോ അന്നം കഴിച്ചിട്ട് പകുതി കൊണ്ടുപോയി തട്ടിക്കളയുന്ന ഒരു സാഹചര്യം വരുമ്പോ ഋഷിയുടെ ഈ വചനം എത്ര പ്രസക്തമാണ്. ബ്രഹ്മത്തെ ആദരിക്കുന്ന പോലെ അന്നത്തെ ആദരിക്കണം. ഒരു വറ്റ് അധികം കളയരുതെന്ന്, ഒരു വറ്റ് പോലും പാഴാക്കി കളയരുത്. 1893 ഷിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദ പ്രസംഗിച്ച സെപ്റ്റംബർ 11 അതിന്റെ ഒരു വാർഷികത്തിൽ സംസാരിക്കാൻ വേണ്ടി ഞാനും പോയി. 2015 പറ്റും. അന്ന് വിവേകാനന്ദ സ്വാമികളുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിന് ഭാരതത്തെ പ്രതികരിച്ചു പോകാൻ ഇറക്കു വീണത് പാവം എനിക്കാണ്. എങ്ങനെ വിടണമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നെ വിളിച്ചോണ്ട് കൊണ്ടുപോയി. ഷിക്കാഗോയിൽ പോകുന്നതിന് മുമ്പേ ഇവിടെ കേരളത്തിൽ നടന്ന് പ്രസംഗിക്കുന്ന പോലല്ലല്ലോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചപ്പടാക്കിയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു പോകാം. വിദേശങ്ങളിൽ ചെന്ന് സ്വാമി വിവേകാനന്ദനെ പറ്റി പറയുമ്പോൾ അത് ആധികാരികമായിരിക്കണം. പഠിച്ചിട്ടല്ലാതെ പോകാൻ പറ്റൂല. സ്വാമിയുടെ അവസാന കാലം കഴിച്ചുകൂട്ടിയ ബേലൂർ മഠത്തിലേക്ക് പോയി ഞാൻ. കൊൽക്കത്ത, അതിനേക്കാൾ എനിക്കിഷ്ടം കൽക്കട്ട എന്ന് പറയുന്നത് അല്ലേ. സാമ്പശിവം കൊണ്ട് കഥ പറയുമ്പം തുളസാറെ പാടത്തിലായിരുന്നു, കൽക്കട്ട നഗരം എനിക്കൊരു കൽക്കണ്ട കനിയാണല്ലോ. കൊൽക്കത്ത നഗരം എന്ന് കേൾക്കാൻ എന്തൊരു വൃത്തികേടാണ് അല്ലേ. കൽക്കട്ടയാണ് എനിക്കിഷ്ടം. അപ്പൊ പഴയ കൽക്കട്ട, അവിടെ അടുത്താണ് ബേലൂർ മഠം. ബേലൂർ മഠത്തിൽ പോയി. അന്നം പാഴാക്കരുതെന്നുള്ളതിന് ഞാൻ ഉദാഹരണം പറയാം. സ്വാമിയെ പറ്റി പഠിക്കാൻ പോയി, പഠിച്ചു. സ്വാമിയുടെ ശബ്ദം ഉൾപ്പെടെ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട്. ചിക്കാഗോയിലെ പ്രസംഗം അവിടെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ടത്. അപ്പോ അതിൽ ഞാൻ എന്തിനാ ഈ പോയെന്ന് പറഞ്ഞെന്നറിയാമോ? അയ്യോ, എന്നെ വാഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അങ്ങ് ഷിക്കാഗോയിൽ പോയ ആളാന്നൊന്നും കേൾപ്പിക്കാൻ വേണ്ടിയല്ല. കുഞ്ഞിക്കൂനല്ലേ ദിലീപ് പറയുന്നത് പോലെ എന്നെ സമ്മതിക്കണം എന്നുള്ളതല്ല. ഈ പോയത് എന്തിനാണെന്നറിയാമോ? ഞാൻ എന്തിനാ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ചതെന്ന് ചോദിച്ചാൽ, ബേലൂർ മഠത്തിൽ പോയി ഫ്ലൈറ്റിൽ ചെന്നിറങ്ങി ടാക്സിയൊക്കെ വിളിച്ച് ചെന്നു. ആദ്യമേ സെക്യൂരിറ്റിയോട് വഴിയെല്ലാം ചോദിച്ചിട്ട് ആദ്യം സമാധി പോയി. അവിടെ ചെന്ന് സ്വാമിയുടെ അടുത്ത് കുറച്ചു നേരം നിന്നിട്ട് നേരെ മഠാധിപതിയുടെ അടുത്ത് ചെന്നു. അവർ സൽക്കരിച്ചെല്ലാം ഇരുത്തി ഭക്ഷണം വിളമ്പി. യാത്ര ചെയ്ത ഒന്നല്ലേ, ഭക്ഷണം വിളമ്പി. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ ഇല എന്ന് പറയാൻ ഇവിടുത്തെ വാഴയിലയല്ല, വട്ടയില പോലത്തെ ഇല ഇനി ഗീർക്കിലൊക്കെ കുത്തിവെച്ചിരിക്കുന്നത് കൊണ്ടിട്ടു. കഴുകിയെല്ലാം റെഡിയാക്കി തൊടുകറി 4-5 എണ്ണം വെച്ചു. എന്നിട്ട് ഒരു സ്പൂണ് ചോറ് കൊണ്ടിട്ടു. എന്റെ കണ്ണും നിറഞ്ഞു പോയി. ഞാൻ വിചാരിച്ചു ഇങ്ങനെ മിക്കവാറും ആശ്രമത്തിൽ ഞാൻ നാളെ തന്നെ പോകേണ്ടി വരിക. 1 മാസമെങ്കിലും നിൽക്കാനാ പോയിരിക്കുന്ന പഠിക്കുക. അടുത്തെങ്കിലും കടയും കപ്പോളും ഒരു സ്പൂൺ ചോറ് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സ്പൂൺ കൂടി ഇട്ടു തന്നു.
പിന്നെയും തരും, പിന്നെയും തരും, പിന്നെയും തരും. പക്ഷെ ഓരോ തവണ ഓരോ സ്പൂണേ തരൂ. എന്താ കാര്യം? സ്വാമി വിവേകാനന്ദൻ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമാണത്. അന്നം ബ്രഹ്മമാണ്. ഒരു വറ്റധികം വരരുത്, ഒരു വറ്റ് കളയരുത്. അതുകൊണ്ട് ആവശ്യത്തിനെ വിളമ്പൂ. അപ്പൊ നമ്മളെന്ത് വേണം? കഴിക്കാൻ കഴിയുന്നതിന്റെ പകുതിയെ വിളമ്പാവും, അല്ലെ ഒരു മുക്കാൽ പങ്കെ വിളമ്പാവും. പാത്രത്തിൽ അന്നം ബാക്കി വരരുതെന്നാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചു തന്നിട്ടുണ്ട്, അത് പറഞ്ഞു തന്നിട്ടുണ്ട്. വിസ്താരമായ വിഷയം. അതുകൊണ്ട് അന്നം ബ്രഹ്മമാണ്. ആഹാരം പാഴാക്കി കളയുമ്പോൾ എത്രയോ കോടികൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സൂക്തം എത്ര പ്രസക്തമാണ്. ഒരു തരി വറ്റ് പാഴാക്കി കളയരുത്. അന്നം ബ്രഹ്മമാണ്. മാതൃബ്രഹ്മ, അന്നം ബ്രഹ്മ, ഗുരുർ ബ്രഹ്മ. ഗുരു ബ്രഹ്മമാണ്. ബ്രഹ്മഹത്യ മഹാപാപമെങ്കിൽ ഗുരു ബ്രഹ്മമാണ്. ആരാണ് ഗുരു? ഒരു ചെറിയ അറിവ് തരുന്ന ആള് പോലും ഗുരുവാണ്. വലിയ 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 ജ്ഞാനം പഠിപ്പിച്ചു തരുന്ന ഭാഷയും സംസ്കൃതവും ഒക്കെ പഠിപ്പിക്കുന്ന ആള് മാത്രമല്ല, ഒരു ചെറിയ അറിവ് പോലും പഠിപ്പിക്കുന്നയാൾ ഗുരുവാണ്. ആ ഗുരുവിനെ ബ്രഹ്മമായി കാണണം. ഗുരുർ ബ്രഹ്മ. അതാണ് 999 ഗ്രന്ഥങ്ങൾ രചിച്ചൊരു മഹാപണ്ഡിതനാണ് ഗസാലി ഇമാം എന്ന് പറയും. വലിയ പണ്ഡിതനാണ്. 999 ഗ്രന്ഥങ്ങൾ രചിച്ച ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ളൊരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് അവർക്ക് ഇങ്ങനെ ആത്മീയ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ കൂടെ ഒരു പട്ടിയെ പിടിച്ചോണ്ട് ഒരു നായാടിയായ മനുഷ്യൻ, കീറിപ്പറിഞ്ഞ വസ്ത്രം, ആകെ വികൃതമായ കോലം, ഒരു നായാടിയായ മനുഷ്യന് പട്ടിയെ പിടിച്ചോണ്ട് നടന്നു പോകുന്നു. കണ്ടപ്പോഴത്തേക്ക് ഇമാം ഗസാലി എഴുന്നേറ്റ് ഓടിച്ചെന്ന് ബഹുമാനിച്ചു. അപ്പൊ കൂടിരുന്ന ശിഷ്യന്മാർ ചോദിച്ചു, പട്ടിയെ പിടിച്ചോണ്ട് പോകുന്ന ആളെ ബഹുമാനിക്കുന്നു, പട്ടി തൊട്ടാ കഴുകണമെന്നില്ലേ, ഇയാളെ എന്തിനാ ബഹുമാനിക്കുന്നത് ചോദിച്ചു. അപ്പോഴാ മഹാൻ പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. ചിന്തിക്കേണ്ട വിഷയം അതൊക്കെ, ഇതൊക്കെയാണ് പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി വേറൊന്നുമല്ല, ഈ മനുഷ്യൻ എന്റെ ഗുരുവാണെന്ന്. 1000 ഗ്രന്ഥം എഴുതി പൂർത്തീകരിക്കാൻ പാടില്ല, ഒന്നും പൂർത്തീകരിക്കരുതെന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് 999 ഗ്രന്ഥം എഴുതി അവിടെ നിർത്തി. 1000 തികച്ചില്ല. തികഞ്ഞതെല്ലാം പിന്നെ താഴോട്ട് വന്ന ഒന്നും പൂർത്തീകരിക്കാൻ ഇത്തിരി ബാക്കിയിട്ടേക്കണം. ബാക്കിയിട്ടെങ്കിലേ അതിന് പിന്നെ ഒരു പുതുമ വരത്തുള്ളൂ. പൂർത്തീകരിച്ചാൽ പിന്നെ താഴോട്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇയാൾ എന്റെ ഗുരുവാണ്. അപ്പോഴവർ ചോദിച്ചു, ഈ മനുഷ്യൻ എന്താണ് അങ്ങേ പഠിപ്പിച്ചത്? മഹാപണ്ഡിതനും സിദ്ധനും യോഗിയുമായ അങ്ങക്ക് എന്താണ് ഇയാൾ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പണ്ട് ഞാൻ ഒറ്റയ്ക്ക് കാട്ടിലിരുന്ന് ഏകാന്തമായി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാറപ്പുറത്തിരിക്കുകയായിരുന്നു. ഇയാളെ എനിക്ക് പരിചയമൊന്നുമില്ല. ഇയാളും എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഇയാളുടെ കൂടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ഈ പട്ടിക്കുട്ടി ഇങ്ങനെ തുള്ളിയും ചാടിയും പൊങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഈ നായാടി അവിടെ ഇരുന്നുകൊണ്ട് കൈയടിച്ച് ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ സന്തോഷമായി, വളരെ സന്തോഷമായി എന്ന് പറയും, തുള്ളിച്ചാടി. അന്നേരം ഇദ്ദേഹം ചോദിച്ചു, ഈ മഹാഗുരു ആ നായാടി ചോദിച്ചു, എന്താ സന്തോഷമായെന്ന് പറയാൻ കാര്യം? നായാടിയുടെ ഏറ്റവും വലിയ ആശ്രയമാണ് ഈ പട്ടി എന്ന് പറയുന്നത്. അത് വേട്ടപ്പട്ടിയാണ്, ആൺപട്ടിക്കുട്ടിയാണ്. അത് പ്രായപൂർത്തിയായി, അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം വന്നതെന്ന് പറഞ്ഞു. ആൺപട്ടി എങ്ങനെ പ്രായപൂർത്തിയായി, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അന്നേരം ആ നായാടി പറഞ്ഞു കൊടുത്തു, ആൺപട്ടി കുട്ടി കാലുയർത്തി മൂത്രമടിക്കാൻ തുടങ്ങിയാൽ അത് പ്രായപൂർത്തിയായെന്നാണ്. ഈ വിദ്യ എനിക്ക് അറിയില്ലായിരുന്നു. ഈ അറിവ് എനിക്ക് തന്നത് ഈ നായാടിയാണ്. അതുകൊണ്ട് ഞാൻ അയാളെ ആദരിക്കുന്നു. അയാൾ എന്റെ ഗുരുവാണ്. ചുറ്റാകെയുള്ള ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ചിന്തിക്കണം, ഇമാം ഗസാലി എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ് ഇത് പറഞ്ഞത്. ഒരറിവ് പറഞ്ഞെന്ന മനുഷ്യനാണ്. നായക്കുട്ടി കാലുയർത്തി മൂത്രമൊഴിച്ചാൽ പ്രായപൂർത്തിയായി എന്ന വിവരം തന്നയാളിനെ ബഹുമാനിക്കാനാണ് പഠിപ്പിച്ചത്. ചെറുതോ വലുതുമായ ഒരു അറിവ് തരുന്നവരൊക്കെ ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാരെ ആദരിക്കണം. ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസ് എവിടെ കച്ചേരി പാടിയാലും വർണ്ണങ്ങൾ പാടിക്കഴിഞ്ഞാൽ, വാതാപി പാടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പാടുന്നത് പാവനഗുരു പരമഗുരാസ് അതായിരിക്കും പാടുന്നത്. ഈ പാവനഗുരു എന്ന് ദാസേട്ടൻ പാടുമ്പോൾ മനസ്സിൽ മുഴുവൻ ചെമ്പയാണ്. ഗുരുത്വമുള്ള മനുഷ്യനാത്. അതുപോലെ പലരും ഒരു ചെറിയ വിദ്യ പഠിപ്പിച്ചവരെ പോലും ഗുരുക്കന്മാരായി കാണണം, ആദരിക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഗുരു ബ്രഹ്മ. ഗുരുവിന് വേദന ഉണ്ടാക്കിയാൽ ബ്രഹ്മഹത്യയാണ്. ഉജ്ജ്വലമായ സംസ്കാരം. ഇപ്പൊ ഗുരുവുണ്ടോ? ഗുരുവും ശിഷ്യരുമായിരുന്നു പണ്ട്. അവർ തമ്മിൽ ഇടയ്ക്കൊരു പുസ്തകം ഉണ്ടാകരുതെന്നാണ് കുഞ്ഞുണ്ണി മാഷ് പഠിപ്പിച്ചത്.
ഗുരുവിനും ശിഷ്യനും മധ്യത്തിൽ പുസ്തകം ഗുരുതരമായ തടസ്സമല്ല. ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഗുരു. ഭാരതീയ ഋഷിമാർ ഗുരുക്കന്മാരായിരുന്നു. അവരെ ജീവിതം തന്നെയായിരുന്നു പാഠപുസ്തകം. അന്ന് എഴുതിയൊന്നും വെച്ചിരുന്നില്ല. ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് കേട്ട് പഠിച്ചു. 10-12 കൊല്ലം ആത്മീയ വിദ്യ പഠിപ്പിച്ചതിനു ശേഷം, വേദാന്തങ്ങൾ പഠിപ്പിച്ചതിനു ശേഷം ഒരു ബിരുദദാനം ഉണ്ടായിരുന്നു. എന്താ ബിരുദദാനം? കോൺവൊക്കേഷൻ എന്ന് തൊപ്പിയൊക്കെ വെച്ചിട്ട് റോള് ചുരുട്ടി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നേരെ ബിവറേജസിലേക്ക് പോയി ആഘോഷിക്കുന്നതല്ല. ഡിഗ്രി കിട്ടിയാൽ പിന്നെ ആഘോഷമാണ് കുറെ ദിവസത്തേക്ക്. ഇതിലൊന്നും വെളിവ് കാണത്തില്ല, ഒക്കെ പാമ്പായിട്ട് നടക്കും. അതായിരുന്നില്ല. ഋഷിമാർ ബിരുദം കൊടുത്തത് ഇങ്ങനെയാണ്: സത്യം വദ, ധർമ്മം ചര. ഇതിനപ്പുറം ഒരു സംസ്കാരം പറയാനുണ്ടോ? നിങ്ങൾ ഈ വലിയ വേദാന്തമെല്ലാം പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സത്യമേ പറയാവൂ, ധർമ്മത്തിലേ ചരിക്കാവൂ. ഇതാണ് ബിരുദദാനം. അത് കേൾക്കുന്ന ശിഷ്യന്മാർ നമ പരമ ഋഷിഭ്യാം, നമ പരമ ഋഷിഭ്യാം, പരമ ഋഷിയെ നമിക്കുന്നു. ഇതാണ് ബിരുദം സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നത്. അവർ പിന്നെ ലോകോപകാരാർത്ഥമായിട്ട് ഇറങ്ങുകയാണ് ധർമ്മത്തിലും സത്യത്തിലും. അവരാണ് ആ സംസ്കാരം കൂട്ടിയുറപ്പിച്ച് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ആ ഗുരുവും ശിഷ്യനും മാറി. പിന്നെന്തായി? കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ആയി. ഇപ്പൊ ടീച്ചറും അല്ല സ്റ്റുഡന്റും അല്ല. ഇപ്പൊ എന്തൊക്കെയാ വിളിക്കുന്ന അറിയാൻ വയ്യ. എന്താണ് ടീച്ചറെ ഇപ്പൊ പറയുന്നത്? മോമെന്നോ മാമെന്നോ എങ്ങനെയൊക്കെയാ പറയുന്നത്. അധ്യാപകരും ഗുരുക്കളും ശിഷ്യന്മാരും മാറി. പിന്നെ അധ്യാപകരും വിദ്യാർത്ഥിയുമായി, പിന്നെ ടീച്ചറും സ്റ്റുഡന്റുമായി. ഇപ്പൊ മാം കീം കൂം എന്നൊക്കെയാ പറയുന്നത്. എനിക്കറിയത്തില്ല. ഗുരുത്വം ഇല്ലതല്ലേ. എത്ര ഗുരുക്കന്മാരെ തല്ലിക്കൊന്നു ഇന്നത്തെ കുട്ടികൾ. തമിഴ്നാട്ടിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പലിനെ 3 വിദ്യാർത്ഥികൾ ചേർന്ന് രാവിലെ കാത്തു നിന്ന് കുത്തി കൊന്നുകളഞ്ഞില്ലേ? ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറിനെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സുകാരൻ കുത്തി വീഴ്ത്തിയില്ലേ? ഗുരുത്വം നഷ്ടപ്പെട്ടു പോയി. ആ വാക്കിന്റെ ഗുരുത്വമാണ്, ലഘുത്വമല്ല. ഗുരു എന്ന് പറയുന്നത്, ഗുരുതരം ഗുരുതമം എന്ന് പറയുന്നത് വൈയാകരണനാണ്. വൈയാകരണനാണ് ഗുരുതരം ഗുരുതമം. വേദാന്തിയുടെ ഗുരു ഒറ്റ ഗുരുവേ ഉള്ളൂ. അതിന് തരവും തമവൊന്നുമില്ല. ഒറ്റ ഗുരുവേ ഉള്ളത്, ലഘുവല്ല ആ ഗുരുത്വൻ. ബാക്കിയെല്ലാം പരമശിവൻ ശ്രീപാർവതിക്ക് ഉപദേശം കൊടുക്കായിരുന്നു. ഒറ്റ രംഗത്തിലേ ഉള്ളൂ. ന കേവലം മഹതോ അപഭാഷതേ ശൃണോതി യസ്മാദപി പാപഭാ. ശ്രീപാർവതി പരമശിവനെ ഉപദേശിച്ചത്. കാരണം പരമശിവനാണെന്ന് അറിയാതെയാ പറഞ്ഞത് കേട്ടോ. പ്രച്ഛന്ന വേഷധാരിയായി ബ്രഹ്മചാരിയായി വന്നു നിന്ന് പരമശിവനെ തന്നെ പരമശിവൻ ഈഴ്ത്തി പറഞ്ഞപ്പോഴാണ് ശ്രീപാർവതി ഇങ്ങനെ പ്രതികരിച്ചത്. പറഞ്ഞത് ഇതാണ്: മഹത്വമുള്ള ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ അപമാനിച്ച് സംസാരിച്ചാൽ ആ സംസാരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗുരുവിനെ അവനെന്ന് പറഞ്ഞപ്പോൾ മഹാപാപമാണ് അവന്മാര് ചെയ്തത്. അത് കേട്ടുകൊണ്ട് മിണ്ടാതെ പോകാൻ പറ്റുമോ? +1 കുട്ടികളാണ്, ഗാങ് കൂടി ഇരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ചിന്തയൊന്നും അന്നേരം എനിക്ക് വന്നില്ല. ഞാൻ നേരെ അവന്മാർ അടുത്തിട്ട് ചെന്നിട്ട് ചോദിച്ചു, എടാ അധ്യാത്മരാമായണം എന്നൊരു പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവന്മാരിങ്ങനെ അന്തം വിട്ട് എന്റെ മുഖത്തേക്ക് നോക്കി. കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനൊരു പുസ്തകമുണ്ടടാ. അതിൽ ചില വരികളുണ്ട്. ഗുരുവിനെ നീ എന്നൊരു മൊഴി ചൊന്നാൽ ഗുരുവധം ചെയ്ത ഫലം വരുമടോ മനസ. വാച കർമ്മണ നിന്ദിച്ചാൽ വധിപ്പതിനേക്കാൾ വലുതടോ സഖേ. ഗുരുവിനെ നീ എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് സമൂഹം, പിന്നെ അവനെന്ന് പറഞ്ഞാൽ എന്തിന് സമൂഹം? കുടുംബരോടാ എന്ന് ചോദിച്ചു. ഏതായാലും ഇവന്മാർ പ്രതികരിച്ചില്ല കേട്ടോ, മിണ്ടാതിരുന്നു. നന്നായില്ലയോ എന്ന് എനിക്കറിയാം, പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഗുരുവിനെ പറയുന്ന അവനെന്ന്. ഇതാണ് കാലം. ഗുരുർ ബ്രഹ്മ, മാതൃബ്രഹ്മ, അന്നം ബ്രഹ്മ, ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണ. ഈ ബ്രഹ്മങ്ങളെ ഒക്കെ ആദരിക്കണം. കൂടാതെ പരസ്പരം സ്നേഹവും സൗഹൃദവും വിട്ടുവീഴ്ചയും താഴായ്മയും ഉണ്ടാകണം. ഗുരുവിനെ ഇത്രയും ആദരിക്കണമെന്ന് പഠിപ്പിച്ചത് എന്തിനാ? ഗുരുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? ഗുരുപാദങ്ങൾ തൊട്ട് വണങ്ങണമെന്ന് പഠിപ്പിച്ചത് എന്തിനാ? ആ ഇരിക്കുന്ന മാംസരൂപത്തെ അല്ല വണങ്ങുന്നത്. കൈയും കാലും ഒക്കെയുള്ള മാംസരൂപത്തെ അല്ല വണങ്ങുന്നത്. ആ രൂപത്തിന്റെ ഉള്ളിൽ ഒരു അറിവുണ്ട്, അതിനെയാണ് വണങ്ങുന്നത്. അറിവുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ആദരിക്കുന്നത്. അറിവില്ലാത്ത ഒരാളുടെ മുമ്പിൽ അങ്ങനെ നമ്മൾ ആദരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അറിവിന്റെ മുമ്പിലാണ് വണങ്ങുന്നത്. ആ അറിവിന്റെ മുമ്പിൽ വണങ്ങണമെങ്കിൽ എന്തു വേണം? അഹന്ത ഇല്ലാതാകണം. ഇതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വരദാനം. 20ാം നൂറ്റാണ്ട് വരദാനം 2 ഋഷിമാരാണ്.
ഒന്ന് ശ്രീനാരായണ ഗുരുദേവനും ഒന്ന് ചട്ടമ്പി സ്വാമി തിരുവടികളും. അതിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രഗത്ഭമായ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആത്മോപദേശ ശതകമാണ്. അതിന്റെ തുടങ്ങുന്ന വരി ഇതാണ്: അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. അത് ഭാരതീയ സംസ്കാരം ആവാഹിച്ച് ഗുരുദേവൻ എഴുതിയ വരികളാണ്. അറിവിലുമേറി അറിയണമെങ്കിൽ, തിരിച്ചറിവുണ്ടാകണമെങ്കിൽ അഞ്ചിന്ദ്രിയങ്ങളെയും ഉള്ളിലടക്കി തെരുതരെ 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 വീണ്ടും 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 വണങ്ങി ഓതണം. അങ്ങ് താഴാഴ്മയോടെ ശ്രമിച്ചെങ്കിലേ യഥാർത്ഥമായ അറിവ് കിട്ടൂ. ബാലും തുമ്പും പഠിച്ചിട്ട് എനിക്കെന്തോ അറിയാമെന്നാ ചിലരൊക്കെ വിചാരിക്കുന്നത്. ചിലരൊക്കെ ഇങ്ങനെ കയ്യൊക്കെ അകത്തി പോകുന്ന കണ്ടായിരിക്കും കക്ഷത്ത് തേങ്ങ അടുത്ത് വെച്ചിരിക്കുന്നു. അത്രയും അകലത്തിൽ പിടിച്ചോണ്ട് നടക്കുന്നത്. എന്തോ സാധിക്കാനെന്ന് എനിക്കറിയാം. അയ്യോ, ഒന്നും അറിഞ്ഞില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് ആരറിയുന്നു അവനാണ് ജ്ഞാനി. ഉദ്ദണ്ഡ ശാസ്ത്രികൾ വന്നല്ലോ, അങ്ങ് ആന്ധ്രയിൽ നിന്ന് വന്നിരിക്കുകയാണ്. തളി ശിവക്ഷേത്രത്തിനാണ് ആദ്യം വരുന്നത്. അതിന്റെ സ്ഥിരം രാവണ കേട്ടോ. ഈ തവണ ശിവരാത്രിക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതി തളി, കോഴിക്കോട്. അവിടെയാണ് ഉദ്ദണ്ഡൻ വരുന്നത്. ഉദ്ദണ്ഡൻ വരുമ്പോ അവിടുന്ന് പറഞ്ഞുകൊണ്ട് വന്ന എന്താണെന്നറിയാമോ? പലായത്വം പലായത്വം രേരേ കവികുഞ്ചര വേദാന്ത വനസഞ്ചാരി ആയാത്തി ഉദ്ദണ്ഡ കേസരി. ദേ കേരളത്തിലെ വേദാന്ത വനങ്ങളിൽ സഞ്ചരിക്കുന്ന ആനകളെ നിങ്ങളെല്ലാം ഓടിക്കോ, ദാ വരുന്നു സിംഹമായ ഉദ്ദണ്ഡൻ എന്ന് സ്വയം വാഴ്ത്തിക്കൊണ്ടാ വരുന്നത്. എന്താ ബൈബിളിൽ ഒരു വാക്യം പറയും: തന്നെത്താൻ വാഴ്ത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും. അങ്ങനെ വരുന്ന ഇങ്ങോട്ട് വന്ന കൂട്ടത്തിലെ ഉദ്ദണ്ഡ ശാസ്ത്രിക്ക് എന്തോ അറിയാമെന്ന് തോന്നലാണ്. നിമിഷകവിയാണ്, മഹാപണ്ഡിതനാ സംസ്കൃതത്തിൽ. പക്ഷേ അറിവേ ഉള്ളൂ, തിരിച്ചറിവില്ല. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉള്ളടക്കി വീണ് വണങ്ങി ഓതണം, വിനയമുണ്ടാകണം. തിരിച്ചറിവില്ലാത്ത ഈ മനുഷ്യൻ അഹങ്കാരത്തോട് ഇങ്ങോട്ട് വന്നേ വാദപ്രതിവാദത്തിന് വന്നിരിക്കുകയാണ്. സാമൂരിക്കോലത്ത് തളിയിൽ വന്ന് ആദ്യം സന്ധ്യാസമയത്ത് ശിവക്ഷേത്രത്തിന് മുമ്പിൽ വന്ന് തൊഴാൻ നിന്നു. തന്റെ പാണ്ഡിത്യം അവിടെ തൊഴാൻ നിൽക്കുന്ന ബഹുജനങ്ങളൊന്ന് കാണട്ടെ എന്ന വിചാരത്തോടെ നിന്ന നിപ്പിൽ തന്നെ മാരാര് ചെണ്ട കൊട്ടിക്കിടുന്ന താളത്തിൽ ഒരു ശിവസ്തുതി അങ്ങുണ്ടാക്കി. ചെണ്ടയുടെ താളത്തില സംഭരിത ഭൂരികൃപമംബ ശുഭമംഗ സ്തുംബതു ചിരന്തനമിതന്തവമദന്ത. 2 വരിയേ കിട്ടുന്നുള്ളൂ. 4 വരി ഉണ്ടെങ്കിലേ ശ്ലോകം പൂർത്തിയാകത്തുള്ളൂ. നാലിടത്ത് നിന്നാ കളി. തളിയിൽ നിന്നാണ് ഇയാളുടെ കളി. നാക്കിന് പിടി വീണു. 2 വരിയേ കിട്ടുന്നുള്ളൂ. എങ്ങനൊക്കെ ആലോചിച്ചിട്ടും പിന്നെ ഉദ്ദണ്ഡന് ബാക്കി കിട്ടുന്നില്ല. സംഭരിത ഭൂരികൃപമംബ ശുഭമംഗ സ്തുംബതു ചിരന്തനമിതന്തവമദന്ത. കുറെ ആലോചിച്ച് ഇയാൾ ആകെ വിഷമിച്ച് വേർത്ത് വിമ്മി. അശ്രദ്ധമായിരുന്ന എന്ന് തോന്നിപ്പോയ മാരാരെ വളരെ വിഗണിച്ചിരിക്കാൻ. ഉദ്ദണ്ഡൻ മാരാരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. താളത്തിലാ വെച്ച് കീറുന്നത്. ചെണ്ട പൊട്ടിക്കിടുന്ന മാരാരെ അതിന്റെ ബാക്കിയും പാടി. ജംബരിബു കുംബി വരകുംബയുഗടംബ സ്തംഭി കുജകുംബ പരിരംബ ശിവശംഭോ. ഉദ്ദണ്ഡന്റെ കാറ്റ് അന്നേരം പോയി. അഹങ്കാരം പകുതി അവിടെ തീർന്നു. പിന്നെ കാക്കശ്ശേരിയോട് ഏറ്റുമുട്ടാൻ പോയതും ആകാരോഹ്രസ്വാ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഒന്നിലും അഹങ്കരിക്കാൻ ഒന്നുമില്ല. ആരെന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്നത്? ഒന്നിലും ഞാൻ ജ്ഞാനിയാണ്, എനിക്കെല്ലാം അറിയാമെന്ന് തോന്നൽ വന്നാൽ പരാജയം, എനിക്കൊന്നും അറിയില്ല എന്ന് തോന്നൽ വന്നാൽ വിജയം. അവിടെയാണ്. നോക്കൂ, ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്തിൽ ആദ്യമായി ബൈപ്പാസ് സർജറി, ഹൃദയത്തിൽ ബ്ലോക്ക് വന്നാൽ ബൈപ്പാസ് സർജറി, മറ്റൊരു ആർട്ടറി വെട്ടി മുറിച്ച് പിടിപ്പിച്ച് ബൈപ്പാസ് സർജറി കണ്ടുപിടിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ്. ലോകത്തിൽ ആദ്യമായി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ്. 100 കണക്കല്ല, 1000 ഹൃദയം അദ്ദേഹം മാറ്റിവെച്ചു. അവസാനം പ്ലാസ്റ്റിക് കൊണ്ട് ജാർവിക് ഹാർട്ട് എന്ന് പറയുന്നൊരു ഹൃദയം ഉണ്ടാക്കി. അതൊരു ചെറുപ്പക്കാരിൽ പിടിപ്പിച്ചു. ആ ചെറുപ്പക്കാർ 26 ദിവസം ജീവിച്ചിരുന്നു. എന്നിട്ട് ജാർവിക് ഹാർട്ടിനെ എങ്ങനെ ഉണ്ടാക്കാം, പ്ലാസ്റ്റിക് കൊണ്ട് ഹൃദയം ഉണ്ടാക്കുന്ന പദ്ധതി അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാഫോസിൽ ഹൗസ് എന്ന സ്വിറ്റ്സർലൻഡിലെ പാഫോസിൽ ഹൗസ് എന്ന റിസോർട്ടിൽ അദ്ദേഹം വിശ്രമിക്കാൻ പോയി താമസിച്ചു. രാവിലെ
കുളത്തിലിറങ്ങി ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒന്ന് നീന്തിക്കൊണ്ടിരുന്നപ്പോൾ കൈയും കാലും കുഴഞ്ഞു വരുന്നെന്ന് തോന്നി, തല കറങ്ങുന്നെന്ന് തോന്നി. പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കരയെ കയറിയിട്ട് പറഞ്ഞ് എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോയിക്കോളൂ. ആശുപത്രി കൊണ്ട് എത്തുന്നതിന് മുമ്പേ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് അന്തരിച്ചു. പിറ്റേന്ന് മനോരമ എഴുതിയത് ആയുസ്സിന്റെ തലവര തിരുത്തിയ ഭിഷഗ്വരൻ യാത്രയായി. ആയുസ്സിന്റെ തലവര തിരുത്താൻ കഴിയില്ല എന്നീ വാർത്തയിൽ തന്നെയുണ്ട്. പാച്ചി ഫിലിപ്പിന്റെ മദ്യം കഴിച്ച് പുനലൂർ ആദ്യം മരിച്ചത് ഒരു ഹസ്തരേഖക്കാരനാണ്. പുനലൂർ പാച്ചി ഫിലിപ്പിന്റെ വ്യാജമദ്യം കഴിച്ച് മരിച്ചില്ലേ, ആദ്യം മരിച്ചത് ഒരു ഹസ്തരേഖക്കാരനാണ്. പിറ്റേന്ന് മനോരമ രസകരമായി എഴുതി സ്വന്തം കൈവര തിരിച്ചറിയാതെ പോയ ഹസ്തരേഖക്കാരൻ എന്നെഴുതി. ആർക്കും തലവര തിരിച്ചറിയാൻ പറ്റില്ല. ക്രിസ്ത്യൻ ബെർണാഡ് മരിച്ചു. ഈ കുളത്തിൽ നീന്തിയപ്പോൾ ജാർബി ഘാട്ടിന്റെ പരീക്ഷണം നടത്തിയിരുന്ന ക്രിസ്ത്യൻ ബെർണാഡിന് മനസ്സിലായില്ല തനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. ഹാർട്ട് അറ്റാക്ക് വന്നാണ് അയാൾ മരിച്ചത്. അപ്പോൾ ഹാർട്ട് ഡിസീസിന്റെ സുപ്രീം പവറായ ഡോക്ടർക്ക് പോലും തനിക്ക് രോഗം വന്നപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ എന്തറിഞ്ഞിട്ടാ മനുഷ്യൻ അഹങ്കരിക്കുന്നത്? സോ എനിക്കൊന്നും അറിയില്ല എന്ന ചിന്തയോടെ നമുക്ക് മുന്നേറാൻ ശ്രമിക്കാം, പലതും പഠിക്കാൻ ശ്രമിക്കാം. ഹ്രസ്വമായ ജീവിതത്തിൽ പരോപകാരം ചെയ്ത് മനുഷ്യർക്ക് ഗുണം ചെയ്ത മനുഷ്യരായി ജീവിക്കാൻ നമ്മളെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് വരാനുള്ള സാഹചര്യം ഉണ്ടായതിന് പ്രഥമ പ്രസംഗം കൈനീട്ടം മോശമൊന്നും ആയില്ല. അനൂപെ ശ്രദ്ധിച്ചിരിക്കും, നല്ലൊരു സദസ്സിനെ കിട്ടി. അതുകൊണ്ട് ദൂരെ ഇരിക്കുന്നവരും ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒന്ന് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യവും നിർവൃതിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇതുപോലെ വരാം എന്നുള്ള വാഗ്ദാനത്തോടുകൂടി തുടർന്ന് നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഏറെ നന്മകൾ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടിയന്റെ ചെറിയ വാക്കുകൾ